അനുമതി, ഇപ്പോൾ അവിടെ എത്തിയ ആ സമീപവാസികളും അവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എവിടെ നിന്നാണ് വിവരം ലഭിച്ചത് എന്നതുൾപ്പെടെ. ഇദ്ദേഹം ഇന്നലെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഈ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആണ് അവർ പറയുന്നത്. അൻമരിയ, ഉന്മേഷ്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് അതായത് ഭാര്യയും മകളും മകളുടെ രണ്ട് ഇരട്ട കുട്ടികളാണ്. ഇവർ 4 പേരാണ് പോകുന്നത്. 5 പേരാണ് പോകുന്നത്. രാമചന്ദ്രന്റെ ഭാര്യ, മകള്, 2 ഇരട്ട കുട്ടികൾ, ഇവരാണ് പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ടൂർ പാക്കേജ് അല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ടൂർ പാക്കേജ് ആയിട്ടല്ല പോകുന്നത്. ഇവര് ഒറ്റയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാളുകളൊന്നും ഇതിന് അകപ്പെട്ടിട്ടുമില്ല. നിലവിൽ അവർ സുരക്ഷിതരാണ്. ആ ഫാമിലിയിൽ ഉണ്ടായിരുന്ന മറ്റാളുകളെ എല്ലാവരും സുരക്ഷിതരായിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് ഇവരുടെ കസിനായിട്ടുള്ള, അതായത് ഇവരുടെ ബന്ധുവായിട്ടുള്ള, ഈ രാമചന്ദ്രന്റെ ഒക്കെ ബന്ധുവായിട്ടുള്ള തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള കസിൻ അറിയിച്ചിട്ടുണ്ട്. ആ കസിനെ അറിയിച്ചിട്ടുണ്ട് സുരക്ഷിതരാണ്, തങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം കസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത് എന്ന വിവരമാണ് ഇവർക്ക് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളോട് പറഞ്ഞിരിക്കുന്നത്, ഇവരോട് പറഞ്ഞിരിക്കുന്നതും. അതായത് ബന്ധുവിന് ലഭിച്ചിരിക്കുന്ന വിവരമാണത്. ഇവർ സുരക്ഷിതരാണ് എന്നുള്ളത് ബന്ധുവിന് ലഭിച്ചിരിക്കുന്ന വിവരമാണ്. ഉന്മേഷ്, ഏറ്റവും വേദനാജനകമായ വാർത്ത ഇപ്പോൾ വരുന്നത് കശ്മീർ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി. അദ്ദേഹം നാളുകളായി തന്നെ അവിടെ താമസിക്കുന്ന ആളാണ്. ഹൈദരാബാദ് വഴിയാണ് അദ്ദേഹവും കുടുംബവും കശ്മീരിൽ എത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഷീല രാമചന്ദ്രൻ ആണെന്ന് എസ് ശ്യാംകുമാർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. 2 വർഷം മുൻപാണ് അദ്ദേഹം അബുദാബിയിൽ നിന്നും നാട്ടിൽ എത്തിയത്. നേരത്തെ അവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ വിവരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് കശ്മീരിലേക്ക് യാത്ര ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ബംഗളൂരുവിലാണ് താമസിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നാട്ടുകാരും നൽകിയിട്ടുണ്ട്. ഏതായാലും വേദനാജനകമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ കൊച്ചി ഇടപ്പള്ളി സ്വദേശി ഈ കശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എൻ രാമചന്ദ്രൻ എന്ന മലയാളി, 65 വയസ്സുണ്ട്. കുടുംബത്തോടൊപ്പമായിരുന്നു അദ്ദേഹം വിനോദസഞ്ചാരത്തിനായി ഇന്നലെ പോയത്. ഹൈദരാബാദ് വഴിയാണ് അദ്ദേഹം ജമ്മു കശ്മീരിലേക്ക് പോയത് എന്നതാണ് വിവരം. അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്, അദ്ദേഹം കൊല്ലപ്പെട്ടത്. 28 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അനൗദ്യോഗിക വിവരമാണ് ഇപ്പോൾ ഉള്ളത്. ഔദ്യോഗികമായ ഒരു കണക്കിപ്പോൾ വരുന്നത് 16 എന്നുള്ളതാണ്. കൊല്ലപ്പെട്ട 16 പേരിൽ ഇപ്പോൾ മലയാളിയുണ്ട്, കർണാടക സ്വദേശികളുണ്ട്. അങ്ങനെ 16 പേർ മരിച്ചിട്ടുണ്ട്. കർണാടക, മഹാരാഷ്ട്ര സ്വദേശികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 വിദേശ പൗരന്മാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഏറ്റവും വേദനാജനകമായ കാര്യം, ഒരു മലയാളി കൂടി ഈ ആക്രമണത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഇടപ്പള്ളിയിലാണ്, എറണാകുളം ഇടപ്പള്ളിയിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തോടൊപ്പം ഹൈദരാബാദ് വഴി കശ്മീരിലേക്ക് പോയത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വിവരം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, കൊച്ചിയിൽ നിന്നുള്ള നാവികസേന ഉദ്യോഗസ്ഥൻ കൂടി, അദ്ദേഹം ഹരിയാന സ്വദേശിയാണ്, ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ലഫ്റ്റനന്റ് വിനയ് നർവാൾ, അദ്ദേഹം കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. 26 വയസ്സേ ഉള്ളൂ. അദ്ദേഹവും ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. ആൻമരിയ, അവിടെ നിന്ന് പ്രദേശവാസികൾ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? കൂടുതൽ ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് ബന്ധുക്കളുമായോ അതോ അദ്ദേഹത്തിൻ്റെ മറ്റ് അടുപ്പമുള്ള ആളുകളുമായോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ഈ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ നൽകുന്നുണ്ടോ ആൻമരിയ? ഉന്മേഷ്, നിലവിൽ പുതുതായിട്ടുള്ള വിവരങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഈ കസിനായിട്ടുള്ള ബന്ധുവായിട്ടുള്ള ആളോട് സംസാരിച്ചപ്പോഴാണ് ഇവർ ബാക്കിയുള്ളവർ സുരക്ഷിതരാണ് എന്ന് അറിയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കൂടെ ഉണ്ടായിരുന്ന, അതായത് ഇവിടെ അകപ്പെട്ടു പോയിരിക്കുന്ന രാമചന്ദ്രന്റെ ഭാര്യയുടെയൊക്കെ ബന്ധുവായിട്ടുള്ള ആളുടെ നമ്പർ, തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ആളുടെ നമ്പർ നമ്മൾ അയക്കുന്നുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവരോട് ചോദിക്കാം. ചേട്ടാ, കൂടുതലായിട്ട് വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കും? ഒന്നും ആയിട്ടില്ല. അവരാരെങ്കിലും ബന്ധപ്പെടാൻ വല്ലതും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. നമ്മൾ ഇവിടുത്തെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ല. ഡീറ്റെയിൽ അപ്പൊ ഇവിടുന്ന് വേറെ ആരെങ്കിലും തരുമായിരിക്കാം. ഇപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ. ഈ ബന്ധുവായിട്ടുള്ള ആള് പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ. അവിടുന്ന് വേറെ ആരും മെസ്സേജ് കൊടുത്ത് അങ്ങനെയാണ് അവര് അറിഞ്ഞത്. അങ്ങനെ പറഞ്ഞറിഞ്ഞ ഏതായാലും ഞങ്ങളെയൊക്കെ വളരെ വിഷമത്തിലാക്കിയൊരു സംഭവം. എത്ര നാളായി ഇവരോട് താമസിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷങ്ങളോളമായിട്ട് ഇവിടെ ജനിച്ചു വളർന്നവരാ. ഇതാ ചേച്ചിയുടെ വീടാണ്. പുള്ളിയുടെ വീട് ഒരു ഏകദേശം 1 കിലോമീറ്ററിനപ്പുറത്താണ്. രാമേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്. ഇത് ഷീല എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു, ഭാരതീയ വിദ്യാഭവനിലെ ടീച്ചറായിരുന്നു. അവരുടെ വീടത്. മകൻ ഒരപ്പുണ്ട്, പിന്നെ ഒരു അമ്മു എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുണ്ട്.
അമ്മുവിന്റെ 2 കുട്ടികളായിട്ടാണ് പോയത്, ടൂർ പോയത്. ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്ന് അവര് കാശ്മീർക്ക് പോയതാ. അവിടെ വെച്ച് പുള്ളിയുടെ ID, മിലിറ്ററി വേഷത്തിൽ വന്നവർ ID ചോദിച്ച് ID കാണിച്ച ഉടനെ തന്നെ പുള്ളിനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇപ്പൊ അറിഞ്ഞ ന്യൂസ്. ഉടൻ തന്നെ അവരെ കൂടെ ഉണ്ടായിരുന്നവരെ ഭാര്യനെയും മക്കളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ ശ്രമിച്ചിട്ട് ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് പലരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. ഇതാണ് ഉന്മേഷ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇവിടെ നിന്ന് പലരും ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ല. ഈ തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ബന്ധു പറയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഉന്മേഷ്, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മനസ്സിലേറെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം, ഇവരുടെ നില എങ്ങനെയാണ്, അപകടത്തിലാണോ, അവർ സുരക്ഷിതരാണോ എന്നതടക്കം, അതായത് കൂടെ ഉണ്ടായിരുന്നവർ പോലീസ് സുരക്ഷിതരാണോ. കമ്മീഷണർ ഇത് സ്ഥിരീകരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞതായി പറഞ്ഞിരുന്നോ സിറ്റി പോലീസ് കമ്മീഷണർ ആൻമരിയ? നമ്മൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഇടപ്പള്ളി സ്വദേശിയായി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിലായി ഭീകരാക്രമണത്തിൽ ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക്, അതായത് ടൂർ പാക്കേജ് അനുസരിച്ച് പോയതാണോ, ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഇവർക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത് അല്പസമയങ്ങൾക്ക് മുൻപാണ്. ഇവർ അന്വേഷണം ആരംഭിച്ചു. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സമയമാണ്, വെക്കേഷൻ ടൈമാണ്. കൂടുതൽ ആളുകൾ ഈ ടൂറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് എങ്കിലും ഈ ടൂർ പാക്കേജ് അനുസരിച്ച് കൂടുതൽ ആളുകൾ പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി സിറ്റിയിൽ കർശനമായിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അവർ പറഞ്ഞതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഇനിയും മറ്റാളുകൾ അകപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ രാമചന്ദ്രന് മാത്രമാണ് ഈ രീതിയിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്, ഈ രാമചന്ദ്രന്റെ ഭാര്യയും മക്കളും ഒക്കെ സുരക്ഷിതരാണോ, അവർ ഇപ്പോൾ എവിടെയാണ്, അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുശേഷമായിരിക്കും പറയുകയുള്ളൂ. കൃത്യമായിട്ടൊരു ഉത്തരം, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവർ സുരക്ഷിതരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു കോൺടാക്ട്, അവരെ ബന്ധപ്പെടാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉന്മേഷ്.